അല്ല അങ്ങനെയല്ല. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ വിഷയം ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാനൊരു ചടങ്ങിലായിരുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു എടുത്തിയേട്ടമായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോ എല്ലാരും കൂടെ രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ സംഘ അംഗങ്ങളില്. ഞാൻ അംഗമല്ല എങ്കിലും ഞാനും കൂടെ ഒരു സ്ഥാപക അംഗമായ ഒരു സംഘടനയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടാവും. ആ വിഷമം ഞാൻ പ്രകടിപ്പിക്കുന്നു. അതിന്റെ ഒരു ബലിയാടല്ലേ ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ മൗനം കാരണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാനും ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലല്ലോ. എനിക്ക് അതിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. ഞാനത് ഈ സംഘടന തുടങ്ങി 94 തുടങ്ങി. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 94, 3, 97, 97 തോന്നുന്നു. അന്ന് കൂടിയ ജനറൽ ബോഡിയില് ഞാന്, മഹേഷ്, ഇടവേള ബാബു, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി യുവ തുർക്കികൾ എന്നും പറഞ്ഞു, തിരുത്തൽവാദികൾ എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ മധുസാറായിരുന്നു അന്ന് പ്രസിഡന്റായിട്ട് വന്നത്. അങ്ങനെ വന്നതാണ്. അതൊരു കാലം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ തിരുത്തൽവാദം എന്നുള്ള സംഭവമല്ല, ശരിപക്ഷവാദം എന്നൊരു ഒരു എന്താ പറയുക ആശയമാണ് ഞാൻ ആ സംഘടനയ്ക്ക് നേരെ ഉയർത്തിയിട്ടുള്ളത്. അവര് എന്നോട് പ്രതിപക്ഷം എന്ന് പറഞ്ഞ് അതിനകത്തൊരംഗം എന്നെ ഷമ്മി തിലകനെ പോലെയുള്ള പ്രതിപക്ഷം ഈ സംഘത്തിൽ വന്നെങ്കിൽ മാത്രമേ, ഈ സംഘടനയിൽ വന്നെങ്കിൽ മാത്രമേ ഈ സംഘടന നന്നാകുള്ളൂ എന്ന് അന്ന് പറഞ്ഞു 2018. അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ പ്രതിപക്ഷമല്ല, പ്രതിപക്ഷം. പ്രതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, പ്രതിസ്ഥാനം അങ്ങനൊരു സ്ഥാനമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷമല്ല ശരിപക്ഷമാണെന്ന് ഞാൻ അന്ന് പ്രസ്താവിച്ചതായിരുന്നു. പക്ഷെ എന്റെ ശരി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പുറത്താകേണ്ടി വന്നു. അല്ല, അത് പറയേണ്ട കാര്യമില്ലല്ലോ സർ. നമ്മള് തെറ്റ് ആര് ചെയ്താലും, ഇപ്പൊ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇന്നയാണെന്നൊന്നുമില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ സംഘടനയിൽ ഞാൻ ശബ്ദമുയർത്തിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത്. നമ്മളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ കണ്ണാടി നോക്കി നമ്മളെ അറിയുക. അതാണ് അവിടുത്തെ കുഴപ്പം. അല്ലാതെ ഞാനൊരു ജാതിയിൽ കൂടിയ ആളാണെന്നോ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു സംഘടനയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതാണ് അതിനകത്തെ കുഴപ്പം. അത് എന്നേ പറയുന്നതാണ്, ഇന്ന് തുടങ്ങിയതല്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രതികരണ ശേഷി ഒരുപക്ഷെ നഷ്ടപ്പെട്ടതായിരിക്കാം. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരുപക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നു. ഞാനത് മുമ്പും പറഞ്ഞു. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. കാര്യം അങ്ങനെ ഒരു ഒരു പ്രതികാര മനോഭാവത്തോടുകൂടിയുള്ള പെരുമാറ്റത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അവര് എന്നോട് വ്യക്തിപരമായിട്ട് ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെ ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ അച്ഛനോട് ചെയ്തത് ഭയങ്കരമായ തെറ്റാണ്, അനീതിയാണെന്നുള്ളത് ഒരു കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അപ്പൊ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം, കാവ്യനീതി അങ്ങനെയുള്ള പല വാക്കുകളും ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ടാകാം. സാർ, അത് ഇന്നും ഇന്നലെയും പറയുന്നതല്ല. സ്ഥാപിതമായപ്പോൾ മുതല് അതിന്റെ ഒരു ജാതിമായ സംഭവം തന്നെയാണ് നടന്നു വന്നിട്ടുള്ളത്. അത് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. തെളിവ് വേണമെങ്കിൽ നമുക്ക് ഹാജരാക്കാനായിട്ട് കയ്യിലുണ്ട്, ആ രേഖ കയ്യിലുണ്ട്. രാജിവെച്ചത് കൊണ്ടോ ഭരണസമിതി പിരിച്ചുവിട്ടതുകൊണ്ടോ ഈ പരാതികളും ആരോപണങ്ങളും അങ്ങനെ നിൽക്കുകയാണല്ലോ. അത് സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ. അതിനി അവർക്ക് നിങ്ങൾക്ക് പോലും റോളില്ല ഇനി അവിടെ, അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു, നിങ്ങളത് സത്യസന്ധമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്തു എന്നല്ലേ പറയാം. ഇനി ബാക്കി കാര്യം നോക്കേണ്ട സർക്കാരാണ് എന്നാണ് എന്റെ വിശ്വാസം. ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒളിച്ചോട്ടമാണെന്ന് പറയാനും ഉത്തരം മുട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക്
ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു ഒളിച്ചോട്ടെന്ന് പറയാൻ പറ്റില്ല. ഉത്തരം മുട്ടുന്നതാണെന്ന്. ചില സമയത്ത് ചില ആൾക്കാരത് കൊഞ്ഞനം കുത്തും. ഉത്തരം മുട്ടുമ്പോൾ ചിലര് മിണ്ടാതിരിക്കും. മൗനം വിദ്വാന് ഭൂഷണം, അങ്ങനെയുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ശരിയല്ലേ? അത് നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ഇത്രയും 506 അംഗങ്ങളോ മറ്റോ ഉണ്ട്. 506 അംഗങ്ങളിൽ ഏകദേശം എന്തായാലും ഒരു 4-3 ശതമാനം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരെല്ലാവരും ഈ പറയുന്ന, ഞാനില്ല, ഞാൻ ഒഴിച്ചു, ബാക്കിയുള്ള എല്ലാവരും അവിടെ അതിനകത്ത് ആ സ്ഥാനങ്ങളിലിരിക്കുന്നത്. അപ്പൊ അവരെ വോട്ട് ചെയ്തവരോട് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് അതെനിക്കത് തോന്നിയത്. എല്ലാവരും രാജിവെച്ചത്. ഇന്നലെ പൃഥ്വിരാജടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഇനി ഈ യങ്സ്റ്റേഴ്സ് നേതൃനിരയിലേക്ക് വരുന്നതിനെ അതാണ് ഒരു അനിവാര്യത എന്ന് പറയുന്നത്. നമ്മളെന്നും ഈ എന്താണ് അത് ഒരിക്കൽ നമ്മുടെ ജഗദീഷ് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ലീക്ക് ആയ ഒരു സംഭവം മാതൃഭൂമി ചാനലിൽ കൂടിയാണെന്ന് തോന്നുന്നു. എനിക്കത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ടത്. അത് മാതൃഭൂമിയുടെ ന്യൂസിനകത്ത് അദ്ദേഹത്തിന്റെയും മിസ്റ്റർ ബാബുരാജിന്റെയും വോയിസ് ലീക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കെല്ലാം നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളാണ് ഇനി അടുത്ത ഇതിലേക്ക് വരുന്നത്. താരങ്ങളുടെ കുഞ്ഞുങ്ങളെന്നുള്ളതല്ല, അടുത്ത തലമുറയാണ് എന്ന് പറയുന്നത്. അപ്പൊ അവരെല്ലാവരും അത് അദ്ദേഹം പറഞ്ഞതിനായിട്ട് ഞാൻ ആ ജനറൽ ബോർഡിൽ പറയുകയും ചെയ്തതാണ്. അതാണ് നമ്മളെല്ലാം കരുതേണ്ടത്. കാര്യം നമ്മൾ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രളയം, ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ള ആ ഒരു 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 സംസ്കാരം, അത് സംസ്കാരമായിട്ടാണ് തോന്നുന്നത്. അതാണിപ്പോൾ കാണുന്നത്. കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണിത് നീതി ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് നമ്മൾ എച്ചിലാക്കി വെച്ചിട്ടാണോ പോകേണ്ടത്? ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത്. അവർക്ക് നല്ല ഫ്രഷായിട്ട് അത് ഉപയോഗിക്കത്തക്ക രീതി നല്ല ഒരു അവസ്ഥയിൽ അതിനെ കൈമാറണം. ആ കൈമാറേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. മകേഷിനെതിരെ പരാതികൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ അടക്കം ഉയർത്തുന്നു. എത്ര പരാതികൾ? 3 ഇതുവരെ 3 വന്നു മുകേഷിനെതിരെ. ഇനി വരാനുണ്ടെങ്കിലോ? അപ്പൊ നമ്മൾ അന്നേരം പറഞ്ഞാൽ പോരെ? അല്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചതാണ്. കാര്യം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ അല്ലായിരിക്കാം. അതൊക്കെ സർക്കാരല്ലേ അത് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് എനിക്ക് ഈ സാഹചര്യത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ ഇനി വരാമോ എന്നുള്ള കാര്യം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ രാജ്യത്തേ ഉള്ളതിനല്ല, സത്യമാണ്. മൗനം വിദ്വാന ഭൂഷണം. ഞാനൊരു വിദ്വാനാണ്. സാധ്യത കാണുന്നുണ്ട്. വരണം. അത് ഒരു പുതിയ അതിനകത്താണ് ജനറൽ അവരുടെ ബൈലോയിൽ തന്നെ ഉണ്ടത്. നേതൃനിരയിൽ വരണമെന്നുള്ളത് ബൈലോയിൽ തന്നെ പറയുന്നുള്ളത്. അത് വരണം. അതിനകത്തെന്താ തെറ്റ്? അത് വരണം. ധാർമ്മികത നല്ലതാണ്. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതെ, അത് ഞാൻ എന്ത് പറയാനാ അതിനൊക്കെ. എനിക്ക് സത്യസന്ധ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. 2005 വിവരാവകാശ നിയമം ഇംപ്ലിമെന്റ് ആയിട്ടും വിവരമില്ലാതെ ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താ പറയുന്ന പോലെയാണ്. അവർക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ. വിവരമില്ലായ്മ അതേ പറയാനുള്ളൂ. അല്ലെ, ഔഷധം കുറച്ച് കഴിയുമ്പോൾ എക്സ്പയറി ആവുമല്ലോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലെ, അങ്ങനെയുണ്ടല്ലോ. നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഔഷധം ഉപയോഗിക്കരുതെന്നല്ലേ? അതായിരിക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്നുള്ള ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹം. അതല്ല, ഞാൻ ഔഷധത്തിന്റെ കാര്യം പറഞ്ഞു. അയ്യോ, കാര്യം
അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട്. സാർ അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ പോലും ആ രീതിയിലല്ല ഇതിനെ എല്ലാം കൂടി അവിയൽ പരുവമായിട്ടാണ്. അങ്ങനെ വരുമ്പോഴൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ എന്താണ് ജുഡീഷ്യൽ ക്ലാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെ പറഞ്ഞ ചോദ്യം ഞാൻ 100% യോജിക്കുന്നു. കാര്യം ഇപ്പൊ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സംബന്ധമായിട്ടുള്ള വിഷയം വന്നപ്പോഴാണ് മറ്റേ എന്താണ് മിസ്റ്റർ രഞ്ജിത്തിന്റെ വിഷയം വരുന്നത്. അത് ഇതിനകത്തൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. പക്ഷെ എങ്കിലും അത് ഇതുമായിട്ട് ക്ലബ് ചെയ്ത് അങ്ങനെ വന്നു. അത് ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ധാർമ്മികത പോലെ അദ്ദേഹം ചെയ്തു. അത് ഓക്കെ, അതാണ് നമ്മൾ യോജിക്കുന്നത്. പക്ഷേ അപ്പൊ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡില് ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട പലതും മുങ്ങിപ്പോവുക. അങ്ങനെയുള്ള അപ്പൊ ഒരുപക്ഷെ അതിനുവേണ്ടി ഞാൻ അവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പലതും അങ്ങനെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്ക് തോന്നാതിരിക്കുന്നില്ല. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങ് പറയുന്ന ചോദ്യത്തിനോട് അതെ അതെ, കാര്യം ഈ മറ്റതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നതിന് വേണ്ടി പോയി ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി അതൊരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സർക്കാരിന്റെ തന്നെ ഒരു തന്ത്രവുമാകാം. പല തീരുമാനങ്ങളും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് കാര്യം അതെനിക്കും അറിയാം. അത് ഞാൻ പൊളിക്കും, അത്രേ പറയാനുള്ളൂ. എന്തായാലും നാളെ ഹൈക്കോടതി സിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇത്രയും നാള് പറഞ്ഞിട്ട് വെച്ചിട്ട് പെട്ടെന്ന് എടുത്തങ്ങോട്ട് ഇട്ട് അതിന്റെ കൂടെ ഇങ്ങനെ അദാലത്തുകൾ നടക്കുന്നു എന്നുകൊണ്ട് ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. സാർ കേട്ടില്ല. അല്ല, അങ്ങനെ ഒരു ആരോപണം നേരത്തെ വന്നിരുന്നല്ലോ. ഈ അതിനകത്ത് എന്താണ് ഈ പറയുന്ന നമ്മുടെ സർക്കാരിലുള്ള ഒരു മന്ത്രിയുണ്ട്, 2 MLA-മാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടല്ലോ. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ ആകാം, അത് സാധ്യത കാണുന്നു. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മളൊരു CCTV അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ സെക്രട്ടേറിയറ്റിലൊക്കെ CCTV-കളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വേണം പോയി നോക്കേണ്ടത്. അത് നോക്കിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുമായിരുന്നു ഇവിടെ ആരൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. ഒരിക്കലും ഇല്ല, അമ്മയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല. അമ്മയിൽ അതെന്റെ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. എനിക്ക് അമ്മയിലെ ചില ഇങ്ങനെ ഇൻവേർട്ടർ 5-10 ഇൻവേർട്ടർ കോമയിലാണ് അച്ഛൻ ആ ഒരു ഡയലോഗ് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? ചില അംഗങ്ങൾ അമ്മയോട് ഇപ്പോഴും ബഹുമാനം തന്നെയാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് ഞാനും എഴുതി കൊടുത്തിട്ടുള്ള വാചകം. എനിക്കും ബഹുമാനം തന്നെയാണ്. ഞാനോ? അല്ലെ, മടക്കയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ, ഈ പറഞ്ഞ പോലെ നമുക്കത് എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. കാര്യം എന്നെ വേണ്ടാത്തടത്ത് എനിക്ക് താല്പര്യമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. എന്നോട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗത്തെ ആരായിക്കോട്ടെ. അമ്മ സംഘടനയിലെ കൂട്ടരാജിയെ തുടർന്ന് ഇപ്പോൾ ഷമി തിലകൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതാണ് നമ്മൾ തത്സമയം